ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? കഴിഞ്ഞ ദിവസത്തെ നമ്മളെ വീഡിയോൻ്റെ ഇടയിൽ കുറേ കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പേര് പ്രയാസങ്ങൾ കൊണ്ട് PSC പഠിക്കാൻ പറ്റാതെയും ആഗ്രഹം ഉണ്ടായിട്ട് പഠിക്കാൻ പറ്റാത്തവരും പിന്നെ സാഹചര്യങ്ങൾ അങ്ങോട്ട് ഒത്തുവരാത്തവരും ആ സാഹചര്യങ്ങളെ തോപ്പിച്ച് പഠിക്കുന്ന ആൾക്കാരും അങ്ങനെ ഒരുപാട് പേരുടെ മെസ്സേജസ് ഞാൻ വായിച്ചു. അതിൽ ഞാൻ കണ്ടൊരു കമൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആൾക്ക് പഠിക്കാൻ വീട്ടിൽ നിന്ന് എല്ലാവരും നിർബന്ധിക്കുന്നുണ്ട്, ആൾക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് തോന്നിയ കാര്യമാണ് കേട്ടോ. നമുക്കങ്ങനെ PSC ഒക്കെ പഠിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ നമുക്ക് ഇങ്ങനെ തുടങ്ങണം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് കരുതുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. ഞാനും നിങ്ങളുടെയൊക്കെ കൂട്ടത്തിൽപ്പെട്ട ആൾ തന്നെയായിരുന്നു. ഞാൻ ഭയങ്കര പഠിപ്പിച്ചിട്ടൊന്നുമല്ല. ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ എന്നെപ്പോലെ തന്നെയുള്ള അല്ലെങ്കിൽ പഠിക്കാൻ താല്പര്യം ഇല്ലാതിരിക്കുന്ന പക്ഷേ PSC പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മളെ തഴക്കവും പഴക്കവും വന്ന PSCക്കാരൊക്കെ ഇങ്ങോട്ട് മാറി നിന്നോളുക. നമുക്ക് ആദ്യം വേണ്ടത് ഇതിനോടൊരു താല്പര്യമല്ലേ. അപ്പോൾ നമ്മളിതിന് താല്പര്യം ഉണ്ടാക്കിയെടുക്കുക. അതിന് ശേഷമാണ് നമുക്കിപ്പോൾ തന്നെ ജോലി വേണമെന്നുള്ള ചിന്തയും കൊണ്ടിരിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ തുടക്കം തന്നെ എനിക്ക് അടുത്ത മാസം തന്നെ ജോലിക്ക് കയറണം അല്ലെങ്കിൽ ഈ വർഷം തന്നെ ജോലിക്ക് കയറണമെന്ന് ചിന്തിച്ചിട്ട് നിന്നാൽ നമുക്ക് ഭയങ്കര ഭാരമായിരിക്കും തലയ്ക്ക്. നമുക്ക് പഠിക്കുന്ന സാധനങ്ങളൊന്നും തലയിൽ നിൽക്കില്ല, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ SCRT ചാപ്റ്റർ ഉണ്ടല്ലോ, 5ാം ക്ലാസ്സിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള ചാപ്റ്ററുകളാണ് ഇതിനകത്ത്. എല്ലാം വായിച്ചാൽ മനസ്സിലാവണ കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഒരു ദിവസം 15 മിനിറ്റ് നേരത്തേക്ക് ആ ഒരു 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ എടുത്ത് വെച്ചിട്ടൊന്ന് വായിക്കുക. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി കേട്ടോ. ഈ 15 മിനിറ്റ് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് 20 മിനിറ്റ് ആക്കണം. ആ സമയത്തുണ്ടല്ലോ നമ്മൾ വായിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. പിന്നെ ചെറിയ ചെറിയ നോട്ടുകൾ തയ്യാറാക്കി നോക്കുക. അങ്ങനെ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതൊരു അരമണിക്കൂറാക്കുക. അങ്ങനെ ടൈം എടുത്ത് നമ്മൾ ഇതിനകത്തേക്ക് പതുക്കെ ഇറങ്ങി വരിക. അതുകൊണ്ടാണ് ഞാൻ SCRTയിൽ നിന്ന് തന്നെ തുടങ്ങാൻ പറഞ്ഞത്. ചെറിയ കുട്ടികളുടെ പാഠമായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ടൈം എടുത്തെടുത്ത് ഓരോ ദിവസം ടൈം ഡ്യൂറേഷൻ കൂട്ടിക്കൊണ്ടുവന്ന് പതുക്കെ വരുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഈ ഒരു ഫീൽഡിനകത്തേക്ക് സെറ്റാവും. പക്ഷേ എല്ലാത്തിലും ഉപരി നമുക്കിത് ആവശ്യമാണ് എന്നുള്ള ബോധം നമുക്കുണ്ടാവണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ടിപ്പ്. നമ്മൾ വേണമെന്ന് വെച്ചാൽ എല്ലാം നടക്കും. ഓക്കെ, ബൈ.